കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉദ്യോഗജനകമായ ഒരു അധ്യായത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ എക്കാലത്തും ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ അളവുകോലാണ്. ഭരണത്തുടർച്ചയുടെ വലിയ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു വശം ജനവിധി തേടുമ്പോൾ മറുഭാഗത്ത് ഭരണവിരുദ്ധ വികാരത്തിൽ പ്രതീക്ഷയർപ്പിച്ച് മറ്റൊരു മുന്നണി അണിനിരക്കുന്നു. ഇതിനിടയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളെയൊക്കെ പിടിച്ചു കുലുക്കിക്കൊണ്ട് രണ്ട് പ്രവചനങ്ങൾ കടന്നു വരുന്നത്. വെറുമൊരു തെരഞ്ഞെടുപ്പ് സർവേ എന്നതിനപ്പുറം രാഷ്ട്രീയ കേരളത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു അതിലൊന്ന്. എന്നാൽ രണ്ടാമത്തേതോ രാഷ്ട്രീയത്തെ അക്കങ്ങളുടെയും ഗ്രഹനിലകളുടെയും മാന്ത്രിക ചെപ്പിലൊളിപ്പിച്ച മറ്റൊരു കണക്കുകൂട്ടൽ. അതിലൊരാളുടെ കണക്കുകൂട്ടൽ കൃത്യമായിരുന്നു. എന്നാൽ കൃത്യത മുന്നണി അടിസ്ഥാനത്തിലെന്ന് എടുത്തു പറയണം. രണ്ടാമത്തെ ആളുടെ പ്രവചനത്തിന് യാതൊരു കൃത്യതയുമില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം സത്യമായി: UDF സർക്കാരിലെ നിർണായക ശക്തിയായ മുസ്ലിം ലീഗ് എത്ര സീറ്റുകൾ നേടും എന്നുള്ള പ്രവചനം. റാഷിദ് CP കഴിഞ്ഞ കുറേ കാലമായി പ്രവചന സിംഹം എന്ന പേരിൽ സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി. ദേശീയ തലത്തിലടക്കം ചില തെരഞ്ഞെടുപ്പുകളിൽ റാഷിദിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് ചെറിയ ചില പിഴവുകൾ സംഭവിച്ചപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ എഴുതിത്തള്ളാൻ ശ്രമിച്ചിരുന്നു. റാഷിദിൻ്റെ പ്രവചനങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് പലരും വിധി എഴുതി. എന്നാൽ ഏപ്രിൽ 9 അതായത് കേരളം പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ ആ ദിനം തന്നെ മറ്റ് എക്സിറ്റ് പോളുകൾക്കും വളരെ മുൻപേ റാഷിദ് CP തൻ്റെ പ്രവചനം പുറത്തുവിട്ടു. ആ പ്രവചനം കേട്ട് പുരോഗമന കേരളം ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി എന്നതാണ് സത്യം. UDF 91 മുതൽ 102 വരെ സീറ്റുകൾ നേടുമെന്നും വോട്ട് ശതമാനം 41 മുതൽ 45% വരെ ഉയരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭരണമുന്നണിയായ LDF ആകട്ടെ 38 മുതൽ 48 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുമെന്നും വോട്ട് ശതമാനം 36.5 മുതൽ 39.5% വരെ താഴുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. NDA 14 മുതൽ 17% വരെ വോട്ട് നേടി 1 മുതൽ 3 വരെ സീറ്റുകൾ പിടിക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. തുടക്കത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ അക്കങ്ങളെ വലിയൊരു തമാശയായി മാത്രമാണ് കണ്ടത്. പ്രതിപക്ഷ നേതാക്കൾ പോലും 100 കടക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ മടിച്ചു നിന്ന ഒരു സമയത്താണ് UDFന് ഇത്രയും വലിയൊരു കുതിപ്പ് റാഷിദ് പ്രവചിച്ചത്. സമൂഹമാധ്യമങ്ങളിൽ പലരും അദ്ദേഹത്തെ കണക്കറ്റ് പരിഹസിച്ചു. കാരണം ഭരണ തുടർച്ച ലഭിച്ച ഒരു സർക്കാരിന് ഇത്ര വലിയൊരു തകർച്ച ഉണ്ടാകുമെന്നാരും കരുതിയിരുന്നില്ല. എന്നാൽ റാഷിദ് അവിടെ വെറും അക്കങ്ങൾ മാത്രമല്ല നിരത്തിയത്. ആ അക്കങ്ങൾക്ക് പിന്നിലെ അതിശക്തവും ചിന്തിപ്പിക്കുന്നതുമായ 4 രാഷ്ട്രീയ കാരണങ്ങൾ കൂടി അദ്ദേഹം അക്കമിട്ട് നിരത്തി. ആ കാരണങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാടവം എത്രത്തോളം സൂക്ഷ്മമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഭരണകൂടം എങ്ങനെ അകന്നുപോയി എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു റാഷിദ് മുന്നോട്ട് വച്ച ആ 4 നിരീക്ഷണങ്ങൾ. റാഷിദ് ചൂണ്ടിക്കാണിച്ച ഒന്നാമത്തെ കാര്യം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. 2001 ശേഷം ഭരണമുന്നണിയോട് ഏറ്റവും ചേർന്ന് നിന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ പൂർണ്ണമായ ഒരു റിവേഴ്സിംഗ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം സർക്കാരിനെ കൈയൊഴിഞ്ഞ് UDFിലേക്ക് ചേക്കേറിയിരിക്കുന്നു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് പുരോഗമന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേട്ടുകേൾവിയില്ലാത്ത ഒരു ജീർണതയെക്കുറിച്ചാണ്: സ്വജനപക്ഷപാതം. അടിസ്ഥാന വോട്ടർമാരെ ഒരേപോലെ നിരാശപ്പെടുത്തിയ ഒരു ഘടകമായി സ്വജനപക്ഷപാതം മാറിയെന്ന് അദ്ദേഹം വിലയിരുത്തി. ജനകീയ നയപരിപാടികളിൽ നിന്നുള്ള വ്യതിയാനമായി അത് മാറി. TK ഗോവിന്ദനെ പോലെയുള്ളവർ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായതും തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ അവർ മിന്നുന്ന വിജയം നേടിയതും ഇതിൻ്റെ അനന്തരഫലമായാണ് റാഷിദ് നിരീക്ഷിച്ചത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെക്കാൾ വലുതായി സ്വന്തക്കാരുടെ താല്പര്യങ്ങൾ മാറുന്നു എന്ന തോന്നൽ വോട്ടർമാരിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. മൂന്നാമത്തെ കാരണം രാഷ്ട്രീയ നിലപാടുകളിലെ തുടർച്ചയായ അസ്ഥിരതയായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. കേന്ദ്രത്തിലെ BJP സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന ജനങ്ങളുടെ സംശയം, നിലപാടുകളിൽ പലപ്പോഴും വെള്ളം ചേർക്കുന്ന രീതി, ഇതെല്ലാം ഭരണ തുടർച്ചയുടെ കാലത്ത് വലിയ തോതിൽ ചർച്ചയായ കാര്യങ്ങളാണ്. ഇതിൻ്റെ പ്രതിഫലനം കൃത്യമായി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരെ ആകെ നിരാശപ്പെടുത്തിയ ഒന്നായിരുന്നു അത്. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സംഭവിച്ച സമാനതകളില്ലാത്ത ഇടിവാണ്. അതിശക്തനായ ഒരു നേതാവിന് സ്വന്തം മണ്ഡലമായ ധർമ്മേടത്ത് പോലും വിയർത്ത് ജയിക്കേണ്ടി വന്നു എന്ന് റാഷിദ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ തവണ ചരിത്ര വിജയം സമ്മാനിച്ച ജനം ഭരണ നേതൃത്വത്തിൽ വിശ്വാസമില്ലാത്തവരായി മാറി എന്ന കടുത്ത യാഥാർത്ഥ്യം അദ്ദേഹം വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വച്ചു. ഇതൊരു സാധാരണ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മറിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ നയവ്യതിയാനങ്ങളോടുള്ള ജനങ്ങളുടെ വലിയ വിയോജിപ്പ് കൂടിയാണെന്ന് റാഷിദ് സമർത്ഥിച്ചു. ആക്സിസ് മൈ ഇന്ത്യ പോലെയുള്ള വൻകിട ഏജൻസികൾ പോലും UDFന് പരമാവധി 90 സീറ്റുകൾ പ്രവചിച്ചപ്പോൾ, സ്വിംഗ് സീറ്റുകളിൽ ഭരണമുന്നണിക്ക് മുൻതൂക്കം കൽപ്പിച്ചപ്പോൾ റാഷിദ് അവിടെയും വ്യത്യസ്തനായി.
സിംഗ് സീറ്റുകൾ ബഹുഭൂരിപക്ഷവും UDFന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം മുൻകൂട്ടി കണ്ടത്. ഈ ഒരു നിഗമനത്തിന് ജനവിധി നൽകിയ അംഗീകാരം വളരെ വലുതായിരുന്നു. തൻ്റെ പ്രവചനങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞു എന്നത് ഒരു നഗ്ന സത്യമാണ്. അതിസൂക്ഷ്മമായാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തെയും ഒരു ജനകീയ സർക്കാരിന് സംഭവിച്ച വീഴ്ചകളെയും വായിച്ചെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ റാഷിദ് CP അസാമാന്യനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണെന്നതിൽ തർക്കമില്ല. അദ്ദേഹം ഭരണമുന്നണിയുടെ വീഴ്ചകൾ കൃത്യമായി വരച്ചു കാട്ടി. UDFന് ലഭിക്കാൻ പോകുന്ന സീറ്റുകളുടെ അതിരുകൾ അദ്ദേഹം കൃത്യമായി വരച്ചു. പക്ഷേ അദ്ദേഹം പ്രവചിച്ചത് മുന്നണികളുടെ പൊതുവായ സീറ്റുകളുടെ എണ്ണം മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇത്ര സീറ്റ് കിട്ടും, മുസ്ലിം ലീഗിന് ഇത്ര സീറ്റ് കിട്ടും, മറ്റുള്ളവർക്ക് ഇത്ര കിട്ടും എന്നുള്ള കാര്യമൊന്നും റാഷിദ് പ്രവചിച്ചില്ല. UDF മുന്നണിയിലെ ഏറ്റവും നിർണായക ശക്തിയായ മലബാറിലെ അവരുടെ നട്ടെല്ലായ മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞത് മറ്റൊരാളാണ്. രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെ ശാസ്ത്രീയതയേക്കാൾ സംഖ്യാശാസ്ത്രത്തിൻ്റെയും ഗ്രഹനിലകളുടെയും അടിസ്ഥാനത്തിൽ ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി, തോട്ടയ്ക്കാട് N. ഗോപാലകൃഷ്ണൻ നായർ. റാഷിദിൻ്റെ വാക്കുകളിൽ യാഥാർത്ഥ്യത്തിൻ്റെ ചൂടുണ്ടായിരുന്നു എങ്കിൽ തോട്ടയ്ക്കാട് ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ലോകമാണ്. അവിടെ രാഷ്ട്രീയമില്ല, യുക്തിയില്ല, ഗ്രൗണ്ട് റിയാലിറ്റി ഇല്ല. മറിച്ച് ചില പ്രത്യേക രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ അബദ്ധജടിലമായ സ്വപ്നങ്ങൾക്ക് അക്കങ്ങളുടെ രൂപം നൽകുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ തോട്ടയ്ക്കാട് ഗോപാലകൃഷ്ണൻ നായർ? അടിസ്ഥാനപരമായി ഒരു റിട്ടയർഡ് ഗണിതാധ്യാപകൻ. തിരഞ്ഞെടുപ്പ് കാലമായാൽ ചാനൽ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യം. രാഷ്ട്രീയത്തെ വെറും കണക്കിലെ കളികളായും സമുദായ സമവാക്യങ്ങളായും ചിലപ്പോഴൊക്കെ ജ്യോതിഷമായും മാത്രം ചുരുക്കിക്കാണുന്ന ഒരാൾ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തിയ പ്രവചനം കേട്ടാൽ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും കുഴപ്പമില്ലെന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പ്രകാരം UDFന് ആകെ 89 സീറ്റുകളാണ് ലഭിക്കേണ്ടത്. LDFന് വെറും 49 മുതൽ 51 വരെ സീറ്റുകൾ. ഇതിൽ കോൺഗ്രസിന് 53 അല്ലെങ്കിൽ 54 സീറ്റുകൾ ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെയാണ് തോട്ടയ്ക്കാടിൻ്റെ പ്രവചനത്തിലെ ഒരേ ഒരു സത്യം പുറത്തു വന്നത്. ഈ 89 സീറ്റുകളിൽ മുസ്ലിം ലീഗിന് കൃത്യം 22 സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിച്ചത് തോട്ടയ്ക്കാട് ഗോപാലകൃഷ്ണനാണ്. ലീഗിൻ്റെ വോട്ട് ബാങ്ക് ഒട്ടും ചൊരാതെ പെട്ടിയിലാകുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. അതുമാത്രമല്ല, UDFലെ മറ്റു ഘടകകക്ഷികളുടെ സീറ്റുകളുടെ കണക്കും അദ്ദേഹം ഒരു ജോൾസിനെ പോലെ എണ്ണി പറഞ്ഞു. കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിന് 6 സീറ്റുകൾ, RSPക്ക് 2 സീറ്റുകൾ, അതും തെറ്റി. CMPക്ക് 1 സീറ്റ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് 1 സീറ്റ്, RMPക്ക് 1 സീറ്റ്. LDF ക്യാമ്പിലേക്ക് വന്നാൽ CPMന് പരമാവധി 32 മുതൽ 34 സീറ്റുകൾ, CPIക്ക് 11 സീറ്റുകൾ, മാണി ഗ്രൂപ്പിന് വെറും 2 സീറ്റുകൾ. ഇങ്ങനെയൊക്കെയായിരുന്നു തോട്ടയ്ക്കാടിൻ്റെ പ്രവചനത്തിൻ്റെ പൂർണ്ണ രൂപം. രാഷ്ട്രീയത്തെ യുക്തിസഹമായി സമീപിക്കുന്ന ഏതൊരാൾക്കും ഈ അക്കങ്ങളെ ശാസ്ത്രീയമായി ഒന്ന് കീറിമുറിക്കാൻ തോന്നും. റാഷിദ് CP മുന്നോട്ട് വച്ച രാഷ്ട്രീയ ന്യായീകരണങ്ങളുടെ ഒരംശം പോലും തോട്ടയ്ക്കാടിൻ്റെ പ്രവചനങ്ങളിൽ കണ്ടെത്താൻ കഴിയില്ല. റാഷിദ് ജനങ്ങളുടെ പൾസ് പിടിച്ചു നോക്കിയപ്പോൾ തോട്ടയ്ക്കാട് നോക്കിയത് സ്വന്തം നോട്ട് ബുക്കിലെ ഗുണനപ്പട്ടികയാണ്. ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വിശകലന രീതിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പറയുന്ന ഗണിത ജ്യോതിഷ വിശകലന വിദഗ്ധൻ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എവിടെയായിരുന്നു? കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് ഭരണത്തുടർച്ച ഉണ്ടായ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ മുൻകൂട്ടി കാണാൻ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലകൾക്കും സംഖ്യാശാസ്ത്രത്തിനും കഴിഞ്ഞിരുന്നോ? അന്നും ഇതേപോലെ ചാനലുകളിൽ വന്നിരുന്ന് UDFന് വലിയ വിജയം അദ്ദേഹം പ്രവചിച്ചിരുന്നു. ജനങ്ങളുടെ വൈകാരികമായ തീരുമാനങ്ങൾ, താഴെത്തട്ടിൽ ഒരു സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നൽകിയ കരുതൽ, ഇതൊന്നും ഗണിതശാസ്ത്ര സമവാക്യങ്ങൾ കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ലെന്ന് 2021 തന്നെ കാലം തെളിയിച്ചതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, റാഷിദ് CP കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി സീറ്റ് കണക്ക് അവതരിപ്പിച്ചപ്പോൾ തോട്ടയ്ക്കാട് ഗോപാലകൃഷ്ണൻ 4-5 കല്ലുകൾ വാരി മാവേലെറിഞ്ഞു. അതിലൊരു കല്ല് മാങ്ങയിൽ കൊണ്ടു, ഒരു മാങ്ങ വീണു. ബാക്കിയൊന്നും മാങ്ങകളുടെ അടുത്തുപോലും എത്തിയില്ല.